ദൃശ്യം 3 ഞാൻ പ്രതീക്ഷേന്റെ കുതിരമുണ്ട്. ശരിക്കും അതൊരു റിയൽ സംഭവമായിരുന്നെങ്കിൽ നിങ്ങൾ പാത്തു പോയാലല്ലേ? ഞങ്ങളല്ല, ഇല്ലല്ല, കൂട്ടുപ്രവർത്തികളും ലാൽ സാറിന് 100 കോടികൾ ഒത്തിരി കിട്ടിയത് കൊണ്ട് തന്നെ അത് തന്നെ എനിക്ക് ഇന്നേവരെ 100 കോടി കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ പോലും ഞാൻ വലിയ കോടി ക്ലബിനകത്ത് താല്പര്യമുള്ള ഒരാളല്ല. ഞാൻ ആ ഒരു റേസിനകത്ത് ഉൾപ്പെടാനേ താല്പര്യപ്പെടുന്ന ഒരാളല്ല. ജോർജ് കുട്ടിയുടെ അവസ്ഥയിൽ തന്നെയാണ് പ്രഭാകരൻ. രണ്ടുപേരും നല്ല മനുഷ്യരായിരുന്നു. അവരുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് ഫാമിലിക്ക് വേണ്ടി രണ്ടുപേരും അവരുടെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഈ ദൃശ്യത്തിന് ഭയങ്കര ലേയേഴ്സ്. അവർക്ക് നീതി ലഭിക്കണം ഈക്വലി ജോർജ് കുട്ടിക്ക് കിട്ടിയതുപോലെ. പക്ഷേ ഇപ്പോഴും ആ പ്രോസസ് സ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരെ അങ്ങനെ തന്നെ നിർത്താനാണോ പ്ലാൻ? അല്ല, നീതി ലഭിച്ചില്ലേ? ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫൈഡ് നീതിയാണോ? പിന്നെ കൊല്ലണം. പടം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ എന്നെ വിളിച്ചിരുന്നു, സാറേ എനിക്ക് പുതിയ ഇത് വന്നു ബക്കറ്റ്. ഞാൻ പിന്നെ ഇടോ മീഡിയയിൽ താൻ അല്ല സോഷ്യൽ മീഡിയ താൻ ഭയങ്കര ലൈവാ, കുറെ നാളായിട്ട് താൻ എവിടെയാണ് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടി ആയിരുന്നു. ഇവൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ എഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, സാറേ ഒരു ട്രോള് വരാൻ സാധിക്കും. പിന്നെ ഞാനും പറഞ്ഞു, നല്ലതല്ലേ, ഇവന്മാര് തന്നെ ഇരുന്ന് എനിക്കിട്ട് ട്രോള് തന്നെ. കേരളത്തിന് വെളിയിൽ പോകുമ്പോൾ ജോർജ് കുട്ടിയുടെ അറ്റ്മോസ്ഫിയർ എല്ലാം എല്ലായിടത്തും വേറെയാണ്. ഇവിടെ മാത്രമാണ് ക്രിസ്ത്യൻ, ബാക്കി എല്ലായിടത്തും ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ചേഞ്ചസ്. അപ്പം അതിൻ്റെതായ ഫ്രഷ്നെസ് ആ വേഷൻസ് കാണുമ്പോൾ ഉണ്ട്. പ്രണയമൊക്കെ ചെയ്യുന്ന സമയത്ത് ലാൽ സാറ് കരയുന്ന സമയത്ത് നമുക്കൊരു ഈ പറഞ്ഞ പോലെ കണ്ണ് നിറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റായിട്ടുണ്ട്. അത് ഫൗളാണ് ആക്ച്വലി. അപ്പം അതുകൊണ്ട് നമ്മളത് ഒന്ന് മാറ്റി പിടിച്ചു. കാരണം ഈ ഫാൻ ബോയ് അല്ലെങ്കിൽ ഒരു ലാൽ സാർ എന്നുള്ളത് മാറ്റി വെച്ച് നമ്മളിതൊരു ക്രിയേറ്റീവ് ജോബായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ്. പക്ഷേ ആ പ്രശ്നം ഇവനുണ്ട്. ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നതന്നെ ഇവൻ ഫാൻ ബോയ് പ്രശ്നമുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അല്ല ലാൽ സാറിന്റെ ഞാൻ സോറി മോഹൻലാൽ അല്ല ജോർജ് കുട്ടിയാണ്. ഇവൻ ഭയങ്കര ഫാൻ ബോയ് തോന്നുന്നുണ്ട്. ജോർജ് സാർ ഞാൻ പറഞ്ഞില്ല, തിരിച്ച് നീ കട്ട് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ആംഗിളിൽ കട്ട് ചെയ്യണം. ഇവന്റെ എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോഴും ഇവൻ ഇതുണ്ട്. സാധനം വിട്ടുപോകത്തില്ലല്ലേ? മലയാളത്തിലെ പ്രമാദമായ ഒരു കേസിന്റെ അണിയറ പ്രവർത്തകർ എന്ന് വിശേഷിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത്. ശരിക്കും അതൊരു റിയൽ സംഭവമായിരുന്നെങ്കിൽ നിങ്ങൾ പാത്തു പോയാലല്ലേ? ഞങ്ങളല്ല, ഇല്ലല്ല, കൂട്ടുപ്രവർത്തികളും എടുത്തുവന്നത് നിങ്ങളത് കണ്ടിരുന്നല്ലോ. എനിവേ വളരെ സന്തോഷമുണ്ട് മലയാളത്തിലേക്ക് ഒരു ക്ലാസിക്കായി തന്ന ദൃശ്യം അതൊരു വീണ്ടും ഒരു സീരീസായി വന്നു. അതും വലിയ വിജയം. ഒരു ഇൻഡസ്ട്രി ഈറ്റിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ 3 പേരെയും കാണാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം. സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് സിനിമയെക്കുറിച്ച് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ അണിയറയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. നമുക്ക് ആ വിഷയങ്ങളിലൂടെയൊക്കെ ഒന്ന് നമുക്ക് തീർച്ചയായിട്ടും സംസാരിച്ച് പോവാം. എനിവേ, ഈ മൊമെന്റിൽ എന്താ തോന്നുന്നത്? നല്ല വേദനയുണ്ട്, ബാക്ക് പെയിൻ. അതെ, സന്തോഷം. നമുക്ക് ഞാനങ്ങനെ ഒരു എന്താ പറയുക, വലിയൊരു ഓവർ എക്സൈറ്റ്മെൻ്റ് ആകുന്ന ഒരാളോ അല്ലെങ്കിൽ നമ്മളൊരു പടം ഉദ്ദേശിച്ച പോലെ വരാതിരുന്ന അതിന് ഭയങ്കരമായിട്ടും എന്താ പറയുക മാനസികമായി തകർന്നു അങ്ങനെയൊന്നുമില്ല. അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഇതിലുള്ള. നമുക്കിപ്പോൾ സിനിമയ്ക്ക് അങ്ങനെ ഒരു ഫോർമുലയൊന്നുമില്ലല്ലോ. നമ്മൾ ഓരോ കഥകൾ സെലക്ട് ചെയ്ത് നല്ലതായിട്ട് ഓഡിയൻസ് ഇത് എൻജോയ് ചെയ്യും എന്നുള്ള പ്രതീക്ഷ തന്നെയല്ല സിനിമ ഇറക്കി വിടുന്നത്. ചിലതിനകത്ത് ഓഡിയൻസിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. 100 പേര് കാണുമ്പോൾ ഒരു 80% 90% ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളാവും. അതൊരു 50% ഒക്കെ ആകുമ്പോൾ അതൊരു മിക്സഡ് ഒപ്പീനിയനിലേക്ക് പോകും. പിന്നെ അത് അങ്ങനെയാണ് അതിൻ്റേത്. നമ്മൾ എത്ര മോശമെന്ന് പറയുന്ന സിനിമയും ചിലപ്പം ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പം എത്രയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഭയങ്കര ഇതാന്ന് പറയുന്നതും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, ഈ ദൃശ്യം ഫ്രാഞ്ചൈസ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മളെ ഇപ്പം ഇതിനെ സംബന്ധിച്ചോളം ദൃശ്യം 3യുടെ സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ ദൃശ്യം 3 ഞാൻ പ്രതീക്ഷേൻ്റെ കുതിരമുകളിൽ. എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്താ പറയുക, അത് വേണം അടുത്തൊരു ക്വസ്റ്റ്യനിലായിട്ട് പറയുക. ഞാനിപ്പോൾ ഒരു ചെറിയ കാര്യത്തിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷം. ഓക്കെ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് അതിമനോഹരത്തിൻ്റെ സെറ്റിൽ ലാലേട്ടൻ്റെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ 100 കോടി 200 കോടി എന്നൊക്കെ പറഞ്ഞ് ആഘോഷം നടത്തുമ്പോൾ ഇതൊന്നൊരു വിഷയമേ അല്ല, ഇങ്ങനെ സംഭവം നടക്കുന്നത് പോലും അറിയാതെ പുള്ളി ഇങ്ങനെ ആ ഒരു മൂഡിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ. എനിക്ക് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. പ്രത്യേകിച്ചും ലാൽ സാറിന് 100 കോടികൾ ഒത്തിരി കിട്ടിയത് കൊണ്ട് തന്നെ അത് തന്നെ എനിക്ക് ഇന്നേവരെ 100 കോടി കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ പോലും ഞാൻ വലിയ കോടി ക്ലബിനകത്ത് താല്പര്യമുള്ള ഒരാളല്ല. ഞാൻ ആ ഒരു റേസിനകത്ത് ഉൾപ്പെടാനേ താല്പര്യപ്പെടുന്ന ഒരാളല്ല.
ദൃശ്യം വണ്ണിറങ്ങിയ സമയത്ത് 50 കോടി ഇത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരാൾ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ജിത്തു 50 കോടി മലയാളത്തിൽ എന്നപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയുടെ മുമ്പിൽ വെച്ച് ആ ഫോൺ കോളിന് ഞാൻ മറുപടി പറഞ്ഞിങ്ങനെയാണ്. ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ പേടിയാകുക. അപ്പം അന്നൊക്കെ ബോളിവുഡിലായിരുന്നു ഈ റേസ്. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്കും വരുവാണോ, ഒരു അൺഹെൽത്തി ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിനിമ എപ്പോഴും നല്ല സിനിമകൾ എന്നുള്ള രീതിയിൽ അതിനെ കാണുക. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് എൻജോയ് ചെയ്യുന്നവരുണ്ടാവും, അത് അവരുടെ ഇഷ്ടം. എന്നെ സംബന്ധിച്ചോളം കോടിക്കണക്കിന് നമ്മളൊരു സിനിമ ഇറങ്ങി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അതിനകത്ത് കുറേ അവർക്ക് എന്തെങ്കിലും ഗുണകരമായിട്ട് കിട്ടി, അതിനെക്കുറിച്ച് ചർച്ചകളുണ്ടാകുന്നു, വിമർശനങ്ങളുണ്ടാകുന്നു, ഞാനതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്ക് ഓഡിയോ അത് പ്രൊഡ്യൂസർ കിട്ടിയാൽ നല്ല സന്തോഷം, പൈസ കിട്ടുന്ന സന്തോഷം, പ്രൊഡ്യൂസർക്ക് നഷ്ടം വരരുത് എന്നൊക്കെയുള്ളൊരു ആഗ്രഹം, അതൊക്കെയാണ് നമ്മുടെ ഒരു ഇത് കൺസേൺ എന്ന് പറയുന്നത്. ഈ ക്യാമറമാൻ ഡയറക്ടർ പറയുന്നതിന് മുകളിൽ ചിന്തിക്കുന്നതാണ് നല്ലൊരു ക്യാമറമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന സാധനത്തെ ഏറ്റവും മനോഹരമായി വിഷ്വൽ ചെയ്യുക, ഏറ്റവും നന്നായി അദ്ദേഹം ആഗ്രഹിച്ചതിന് മുകളിലേക്ക് അതിനെ വിഷ്വൽ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കൂടെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. കാരണം എനിക്ക് എപ്പോഴും നമ്മുടെ ഈ മാനസഗുരു, ഈ വേണു സാറിനെ പോലുള്ള ആൾക്കാർ, നമുക്ക് സ്ക്രിപ്റ്റിൻ്റെ മേളിലോട്ട് നിൽക്കരുത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ സിനിമോഗ്രഫി എന്ന് പറയുന്നത് ഒരു മലയും പുഴയും അല്ല, ഈ ചെറിയ ചെറിയ സ്പേസുകളിലും വർക്ക് ചെയ്യാം എന്നുള്ള അങ്ങനെ വേറൊരു തോട്ടിൽ പോകുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അത്തരം ഇപ്പം അതിൻ്റെ മേളിൽ നിൽക്കണം, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് മേടിക്കണം, അങ്ങനത്തെ ഒരാളെ. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് അങ്ങനെ ഒരു ലൈഫിൽ ഒരു ഘട്ടത്തിൽ മാത്രം അങ്ങനെ ഒരു ചലഞ്ച് വന്നിട്ടുള്ളൂ. ഇപ്പം അമൽ നീരദിൻ്റെ കൂടെ ഞാൻ അൻവറാണ് എൻ്റെ ഫസ്റ്റ്, അത് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് ഇത്തരം ഒരു മത്സരബുദ്ധി തോന്നിയിട്ടുള്ളൂ. കാരണം അങ്ങേരൊരു സിനിമാറ്റോഗ്രാഫർ ആയതുകൊണ്ട് മാത്രം നമ്മൾ അതിൻ്റെ മേളിൽ നിൽക്കണം എന്നൊരു തോട്ട് വരാറുണ്ട്. ഒരിക്കലും ഒന്നാമത് ഇപ്പം ജിത്തു ചേട്ടനാകട്ടെ ബാക്കി സംവിധായകരാകട്ടെ വളരെ ക്ലാരിറ്റിയില്ല നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മേളിൽ നിൽക്കുക, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തുക, ഒരു മൂഡ് ഉണ്ടാക്കുക എന്നൊക്കെ അല്ലാതെ കൂടുതൽ നമുക്കങ്ങനെ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് പറയുന്നതല്ല, ഓൾറെഡി ആ സ്ക്രിപ്റ്റിലെല്ലാം ഉണ്ട്. ഈവൻ നമുക്കതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു എഫേർട്ട്ലെസ് എന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആക്ച്വലി നമുക്കൊരു അത്തരം ഒരു മത്സരബുദ്ധിയുടെ ആവശ്യം ഉണ്ടാകുന്നില്ല. ഈ മാസ്റ്റർ ബ്രെയിനിൻ്റെ ചിന്തകൾ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ്. മറ്റേ പോലീസ് സ്റ്റേഷനിൽ, രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിടുന്നത് ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴാണ് ആ ചിന്ത വന്നതെന്ന് പറയുന്നുണ്ട്. ഈ ചിന്തകളൊക്കെ എപ്പോഴാണ് ഉടലെടുക്കുന്നത്? അല്ല, അതിന് മുമ്പ് ഞാൻ വേറെ ഇപ്പോൾ സതീഷ് പറഞ്ഞായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സതീഷിൻ്റെത് പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പല രീതികളാണ്. അപ്പോൾ ഒരു ക്യാമറമാനെ സംബന്ധിച്ചോളം ഡയറക്ടർക്ക് വേണ്ടത് കൊടുക്കുക, അതിൻ്റെ മുകളിലേക്ക് ഇപ്പം എന്നോട് പറയും നമുക്കിത് ഇങ്ങനെ ചെയ്താലോ, കുറച്ചുകൂടി ഇങ്ങനെ ചെയ്താൽ ഈ ഒരു ഫ്രെയിം ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ ഞാൻ നല്ല അത് ഒരു ഡയറക്ടർക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിലും എടുക്കും, ഇല്ലെങ്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞാൽ ക്യാമറമാൻ അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് മൂടുക. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി ഇപ്പോഴത്തെ പുതിയ ഫിലിം മേക്കിൽ അത് വ്യത്യാസം ഉണ്ടായിരിക്കും. പണ്ട് ബാലു മഹേന്ദ്ര സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ സിനിമാറ്റോഗ്രാഫി നല്ലതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ആ സിനിമയിൽ നിന്ന് ഫോട്ടോഗ്രാഫി മാറി നിൽക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് അത് കേൾക്കരുത്, ഫീൽ ചെയ്യുക ചെയ്യാവുള്ളൂ. കാരണം ദൃശ്യം വണ്ണിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ മരിച്ചുപോയ ഒരു തമിഴ് ഡയറക്ടർ ഉണ്ടല്ലോ, ഭയങ്കര ഫേമസ്, അദ്ദേഹം ഒരു വലിയ ലെറ്റർ എഴുതി ലാൽ സാർ വഴി എൻ്റെ കയ്യിലേക്ക് വന്നത്. അതിനകത്ത് അനിൽ ജോൺസൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മ്യൂസിക് ഈസ് നോട്ട് ഹേർഡ് ബട്ട് ഫെൽറ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് ആ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ചിലപ്പോൾ അത് മാസ് സിനിമകൾക്ക് അങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പം എന്ന് പറയുന്നത് അതിൻ്റെ അല്ലെങ്കിൽ ആ സിനിമയുടെ ഫീല് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം ഞാൻ ആ ഒരു ടൈപ്പ് ഓഫ് ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അതിനകത്ത് നിഴലേ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് ഫസ്റ്റിനകത്ത്. ആ ഫസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞ് കുറേ പേര് വന്നിട്ട് പറഞ്ഞു പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ വേറെ പാട്ടുണ്ടായിരുന്നു ഇവിടെ. കാരണം നിഴലേ എന്ന് പറയുന്ന പാട്ട് ആ ഒരു വലിയൊരു ക്രൂഷ്യൽ സീൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകായിരുന്നു. ആൾക്കാർ പാട്ടധികം ശ്രദ്ധിച്ചില്ല, എന്നാൽ എല്ലാവരും അല്ല, അപ്പം അത്രയും അതിനകത്തേക്ക് ഇഴുകിച്ചേർന്ന് പോകുന്നു. ബേസിക്കലി ഞങ്ങളൊരു ടീമായിട്ട് കുറേ സിനിമകൾ വർക്ക് ചെയ്യുന്നു, അതിനകത്ത് കുറേ പേര് കുറ്റം പറയുന്നവരുണ്ട്. അത് ഒന്നിച്ച് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജെല്ലായി പോയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പം നമുക്ക് നമ്മുടേതായ ഫിലിം മേക്കിംഗ് ഒരു ആംഗിളുണ്ട്, ആ ആംഗിളല്ല പോകുന്നത്. അതിനകത്തായി പ്രൈവറ്റ് യൂസറുകൾ ഉണ്ടാവാം, ഇല്ലാതാവാം. പിന്നെ ഈ ചോദ്യത്തിൻ്റെ ഇതെപ്പോഴാണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഇന്ന സമയമെന്നില്ല. എന്നോട് ഈയിടെ ഒരാൾ ചോദിച്ചു, അപ്പം ഞാൻ ഈയിടെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞു, എപ്പോഴാണ് ഇതിൽ നിന്ന് സിനിമ വിട്ടിട്ട് സ്വിച്ച് ഓഫ് ആകുന്നതെന്ന് ചോദിച്ചു. ആക്ച്വലി എനിക്ക് ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ.
ഉറക്കം എഴുന്നേറ്റാലും ചിലപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോൾ ഇപ്പം ഇവിടുന്ന് കാറയിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ 3 പേരും, ഞാനും സതീഷും ഞങ്ങൾ ഒരാളൂടെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ താരം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 തവണ ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേയിലേക്ക് പോയി. ഞാനിങ്ങനെ അല്ലാതെ എങ്ങനെ പോയി ഇങ്ങനെ പോയി. എനിക്ക് സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതിന് പല പരിപാടികൾ നോക്കിയിട്ടുണ്ട്. ഫാമിലിയിലൂടെ ട്രിപ്പ് പോയിട്ടുണ്ട്, പുറത്ത് പോയിട്ടുണ്ട്, എവിടെയെങ്കിലും എക്സോട്ടിക് ലൊക്കേഷനിൽ പോയി അത് പ്രകൃതി എൻജോയ് ചെയ്തിരിക്കുക എന്നൊക്കെ ആയിരിക്കും. കുറച്ച് നേരം നോക്കിയിരിക്കും, ഞാൻ പോലും അറിയാതെ വഴുതി കഥയിലേക്ക് കയറി പോകും. അപ്പോൾ എനിക്ക് ടോട്ടലി കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല സിനിമ. അതായത് കഥകൾ ഇപ്പം അതൊരു ബ്ലെസ്സിങ് ആണോ കേഴ്സ് ആണോ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള യാത്രകളിലും ഇതിലൊക്കെ വരും. അപ്പോൾ ദൃശ്യം 1 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പം 2 ഫാമിലി തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ യാദൃശ്ചികമായി അവരാ പയ്യനെ കുഴിച്ചിട്ട് എൻ്റെ മുകളിൽ നിന്ന് സംസാരിക്കുന്ന പോലെ എന്നെ എഴുതി വെച്ചു. ചുമ്മാ എഴുതി വെച്ചു. സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല, ഫോഴ്സ്ഡ് ആണെന്നറിയാം. അപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ നടക്കുക, എനിക്കൊരു സൊല്യൂഷൻ ഇല്ല. അന്നേരം ഈ പോലീസ് സ്റ്റേഷനും ഇതൊന്നും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ആക്ച്വലി ഞങ്ങളെ കളി പതുക്കെ ഇതാണ്, ഡബിൾസാണ്, കളി ലൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരവും കയറുന്നുണ്ട്. അന്നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഞാൻ ജനമൈത്രി പോലീസിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. അപ്പോൾ പുതിയ പോലീസ് സ്റ്റേഷൻ പണിയുക, പഴയ പോലീസ് സ്റ്റേഷൻ പൊളിച്ചു പണിയൊക്കെ ചെയ്യുമ്പോൾ അത് ജനമൈത്രി പോലീസ്, അതിന് ചില രീതികളുണ്ട്. അപ്പോൾ അതെൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, പൊളിച്ചിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ അടിയിലാണെങ്കിൽ പെട്ടെന്ന് എനിക്കൊരു അഡ്രിനാലിൻ റഷ് പോലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ആ ഗെയിം ജയിച്ചു. ഞങ്ങൾ ഭയങ്കര പിന്നെ വേറൊരു രീതിയിലുള്ളതായി എന്തോ ഒരു സംഭവം കിട്ടിയല്ലേ. നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആ ഒരു സാധ്യതയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പുറകോട്ട് പോയപ്പോൾ പോലീസ് സ്റ്റേഷൻ ഒരു ക്യാരക്ടറാക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ ഓപ്പണിങ്ങിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ തുടങ്ങി. അത് തുടങ്ങി. അതൊക്കെ ഒരു ദൈവാനുഗ്രഹം പോലെ സംഭവിക്കുന്നതാണ്. അല്ലാതെ ഇതിപ്പം എൻ്റെ കഴിവെന്നൊന്നും പറയല്ല. നമ്മളിങ്ങനെ ഇരിക്കുന്നത് കുറേ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കുറേ നല്ല ചിന്തകൾ കിട്ടുന്നു. ഇതിപ്പോൾ ഞാൻ ഭയങ്കര അങ്ങനെ എക്സ്ട്രോർഡിനറി ബില്ലുണ്ടായിരുന്നു, എൻ്റെ എല്ലാ പടവും തകർത്തേനെ അല്ലോ. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ചില ചിന്തകൾ കിട്ടുന്നു, ചില ചിന്തകൾ ഉദ്ദേശിച്ച പോലെ വരുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പം എപ്പോഴാണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇത് തന്നെയാണ്. അതാണ് സത്യം. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇപ്പം സിനിമാറ്റോഗ്രാഫിയും ബാക്ക്ഗ്രൗണ്ടിൻ്റെയും കാര്യം പറയുന്ന പോലെ തന്നെ സിനിമയിൽ എഡിറ്റ് നടന്നായിട്ട് തോന്നരുത് എന്ന് പറയുന്നത്. സോറി, ഞാൻ മിസ് ചെയ്തില്ല. അങ്ങനെ ഒരു പാറ്റേൺ പറയുന്നുണ്ട്. അത് എന്നോട് യോജിക്കുന്നുണ്ടോ ശരിക്കും? ഉറപ്പായിട്ടും. ഇതിപ്പോൾ ഈവൻ പടം ഇറങ്ങി കഴിഞ്ഞ് ഓരോരുത്തർ മെസ്സേജ് കണ്ടിട്ട് കാണുമ്പോൾ എഡിറ്റ് അന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു ഇവരോട് ഇങ്ങനെ പറയും, എഡിറ്റ് നന്നായി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുതല്ലോ. എടുത്ത് അതിനകത്ത് സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ബ്ലെൻഡ് ആയി പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഈ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റോറി പറയുന്നു, ഒരു സീൻ പറയുന്നു, ലാലേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മൊമെന്റിലെങ്കിലും ലാലേട്ടനിലേക്ക് നിങ്ങൾ സ്വിച്ച് ആയി പോയിട്ടുണ്ട്? അല്ല, നമുക്കങ്ങനെ ഒന്നാമത്തെ കാര്യം ക്യാമറ ഒരു ടെക്നിക്കൽ ആർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ സ്വിച്ച് അങ്ങനെ ആകാൻ പറ്റുകയില്ല. ആക്ച്വലി നമുക്ക് ആക്ഷൻ പറഞ്ഞ് കട്ട് പറയുന്നവരെയും നമ്മൾ ക്യാരക്ടറിൻ്റെ ഇമോഷൻ ശ്രദ്ധിക്കുന്നതോടെ കൂടി തന്നെ നമ്മളൊരു ടെക്നിക്കൽ ഒരു രീതിയിലും കൂടെയാണ് നമ്മളത് കാണുന്നത്. ലൈറ്റ് ഓഫ് ആകുന്നുണ്ടോ? തീർച്ചയായും. കാരണം പല ഇമോഷൻസും ആക്ച്വലി ചിലപ്പോൾ ഡയറക്ടറിന് കിട്ടുന്ന പോലെ എഡിറ്ററിന് കിട്ടുന്ന പോലെ എനിക്ക് കിട്ടാറില്ല. കാരണം ഞാൻ ഈ ഫോക്കസ് ഉണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് അടുത്തൊരു പ്ലേയിലാണ് നമ്മൾ ഇച്ചിരി റിലാക്സ് ആയിട്ടിരുന്നത്. അപ്പം നമുക്ക് ശരിക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആക്ച്വലി ആ ഷൂട്ട് ടൈമിൽ കട്ട് പറയുമ്പോൾ നമ്മൾ അല്ല ഓക്കെ അല്ല, ആ ഒരു ലൈനിലാണ് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നത്. സൈഡിൽ വല്ലതും വരുന്നുണ്ടോ അത് വരുന്നത് ഈ ഒരു ഇതും അതിനകത്ത് നമ്മൾ ഇത് പെർഫോമൻസ് ശ്രദ്ധിക്കും. പക്ഷേ ആ പെർഫോമൻസ് ശ്രദ്ധിക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ ഇതുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ജെല്ലായിട്ടിരിക്കുക ആക്ച്വലി. അല്ല, ശരിക്കും ഏതിനായിരിക്കും ഇമ്പോർട്ടൻസ്? പെർഫോമൻസ് ചെയ്തിട്ട് പക്ഷേ ചിലപ്പോൾ ഡയറക്ടർ നോക്കും. സ്വാഭാവികമായിട്ടും പെർഫോമൻസിന്റെ സമയത്ത് നമ്മൾ അതും ക്ലോസപ്പ് ആണെങ്കിൽ നമ്മൾ കുറെ കൂടെ ഈ നമ്മൾ ആൾക്കാർക്ക് കാണുന്ന പോലെ തന്നെയാണല്ലോ. വൈഡ് ആണെങ്കിൽ നമ്മൾ ആ ഫുൾ ആക്ടിവിറ്റിയിലായിരിക്കും നമ്മുടെ ഒരു ഫോക്കസ് പോകുന്നത്. കാരണം എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് അബദ്ധങ്ങൾ വല്ലതും വരുന്നുണ്ട് അങ്ങനെ. പക്ഷെ ക്ലോസ് ആകുന്നതോടെ ഇത് തന്നെ നമ്മൾ ഈ പ്രേക്ഷകർ കാണുന്ന പോലെ അടുത്തടുത്ത് ചിലപ്പോൾ നമ്മൾ ഇന്നാവും. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വെളിയിൽ നിന്നുകൊണ്ട് ഫുൾ ഈ സെറ്റപ്പ് എല്ലാം ഞങ്ങളുടെ കണ്ണിന് കാണാം. സതീഷേന്റെ കണ്ണിന് വ്യൂ പോയിന്റ് ഓൺലി ആ ഫ്രെയിം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താണോ കാണുന്നത് അത് മാത്രമേ. നമ്മൾ എപ്പോഴും പ്രേക്ഷകനെ പോലെ തന്നെയായിരിക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഞാൻ പ്രണയമൊക്കെ ചെയ്യുന്ന സമയത്ത് ലാൽ സാറ് കരയുന്ന സമയത്ത് നമുക്ക്
നമുക്കൊരു ഈ പറഞ്ഞ പോലെ കണ്ണ് നിറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റായിട്ടുണ്ട്. അത് ഫൗളാണ് ആക്ച്വലി. അപ്പം അതുകൊണ്ട് നമ്മളത് ഒന്ന് മാറ്റി പിടിച്ചു. കാരണം ഈ ഫാൻ ബോയ് അല്ലെങ്കിൽ ഒരു ലാൽ സാർ എന്നുള്ളത് മാറ്റി വെച്ച് നമ്മളിതൊരു ക്രിയേറ്റീവ് ജോബായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ്. പക്ഷേ ആ പ്രശ്നം ഇവനുണ്ട്. ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്ന സാറിനെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഫാൻ ബോയ് പ്രശ്നമുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അല്ല ലാൽ സാറിന്റെ ഞാൻ സോറി മോഹൻലാൽ അല്ല ജോർജ് കുട്ടിയാണ്. ഇവൻ ഭയങ്കര ഫാൻ ബോയ് ഉള്ളതുകൊണ്ട് ജോർജ് സാർ ഞാൻ പറഞ്ഞില്ല തിരിച്ച് നീ കട്ട് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ആംഗിളിൽ കട്ട് ചെയ്യണം എന്ന് പറയും. ഇവന്റെ എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോഴും ഇവന് ഇതുണ്ട്. സാധനം വിട്ടുപോകത്തില്ലല്ലേ? നമുക്ക് ഉണ്ട്, പക്ഷെ നമ്മളത് ഈ പറയുന്ന ഇതാണ് നമുക്കത് പ്രൊഫഷണലിസം അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു പക്ഷേ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ക്യാമറമാർക്ക് പോലും ഇവിടുത്തെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും, പക്ഷേ ഈ മസിൽ മെമ്മറി പോലെ മറ്റേതായിരിക്കും, ലൈറ്റ് കത്തിയോ എന്നുള്ളത്. ഒരു സൈഡിൽ നമ്മൾ തുടക്കം മുതലേ വരുണനും കുടുംബത്തിനും നീതി ലഭിക്കണം എന്ന ഒരു സൈഡ് കൂടിയുണ്ട്. കാരണം അവരുടെ സാഹചര്യം കൊണ്ട് സംഭവിച്ചതാണ്, അവർക്ക് നീതി ലഭിക്കണം ഈക്വലി ജോർജ് കുട്ടിക്ക് കിട്ടിയതുപോലെ. പക്ഷേ ഇപ്പോഴും ആ പ്രോസസ് സ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരെ അങ്ങനെ തന്നെ നിർത്താനാണോ പ്ലാൻ? അല്ല, നീതി ലഭിച്ചില്ലേ? ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫൈഡ് നീതിയാണോ? പിന്നെ കൊല്ലണം. ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ആ ചെറിയ കാലയളവിൽ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം തൂക്കിക്കൊല്ലുന്നതിന് പറ്റുന്ന ശിക്ഷയൊന്നും അതിനകത്തില്ല. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ചെയ്ത ആളെ തന്നെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ലീഗാലിറ്റിയുടെ പ്രശ്നമല്ല, അതിനകത്തൊരു ഇതുണ്ട്. ആ കുട്ടിയുടെ ആ പയ്യൻ ചെയ്തത് എന്താണ് അവിടെ ഉണ്ട്. ആ ഒരു ചോദ്യമാണ്. ആ വീഡിയോയുടെ കാര്യം പുറത്തുവിടാൻ ആ ഫാമിലിയും തയ്യാറാണോ എന്നുള്ള ചോദ്യമുണ്ട്. അല്ല, അതിനവർ തയ്യാറല്ലല്ലോ. അവരും അവരുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് ഒളിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, അതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു സംഭവം നടന്നാൽ നമുക്ക് നമ്മുടെ ലൗഡ് വൺസ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനേ നമ്മൾ നോക്കുകയുള്ളൂ. അപ്പം അതിൻ്റെ സ്വാർത്ഥത ജോർജ് കുട്ടിക്കും ഉണ്ട്. അത് മനുഷ്യ സഹജമായ കാര്യമാണ്. അതിനകത്ത് നമുക്കിങ്ങനെ ഡിബേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം, ഒരിക്കലും അതിനൊരു ഉത്തരം ഉണ്ടാവില്ല. ജോർജ് കുട്ടിയുടെ അവസ്ഥയെ തന്നെയാണ് പ്രഭാകർ. രണ്ടുപേരും നല്ല മനുഷ്യരായിരുന്നു. അവരുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് ഫാമിലിക്ക് വേണ്ടി രണ്ടുപേരും അവരുടെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുക. അതേപോലെ ഈ ദൃശ്യത്തിന് ഭയങ്കര ലേയേഴ്സ് ഉണ്ട്. നമ്മളതിനെ ഇത് എൻ്റെ തുടക്കം തൊട്ടേയുള്ള എൻ്റെ വിഷമം എന്നാണെന്നറിയോ, ദൃശ്യം 1 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പറയുന്നുണ്ട് ഇത് ഡ്രാമയാണ്, നിങ്ങൾ ആ ഒരു ആംഗിളെ കാണും. പക്ഷെ അതിനകത്ത് കുറച്ച് സർപ്രൈസിങ് എലമെൻറ്റ്സ്, കുറച്ച് ബുദ്ധിപരമായ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അതങ്ങ് എടുത്തിട്ട് ആഘോഷിച്ചു. അപ്പം രണ്ടാമത് വന്നപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി വന്നു. അപ്പോൾ ഇതിനൊരു ഡ്രാമറ്റൈസ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു തേർഡ് പാർട്ട് കൊണ്ടുവരാൻ പറ്റിയതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. അതിലെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം അതിനേക്കാളേറെ ഭയങ്കരമായി മലയാളി ഓഡിയൻസിനോട് നന്ദിയുണ്ട്. കാരണം അവർ ആ സിനിമ അതുപോലെ സ്വീകരിച്ചു. ഹിന്ദി ഇപ്പം അവരുടേതായ ഒരു വെർഷനിൽ വരുവാണെന്നുള്ള വാർത്ത. അവരെന്നു വെച്ച് കഴിഞ്ഞാൽ തെലുങ്കു അതുകൊണ്ട് അവർ ചെയ്തില്ല. അവർക്കിത് ഈ എൻഡിങ് അവിടെ വർക്കൗട്ട് ആവില്ല, ദഹിക്കില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് അവിടെയൊക്കെയാണ് നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ ആയത് വലിയൊരു ദൈവാനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുക. കാരണം നമുക്ക് നമ്മുടെ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിനെ ഇങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ചെറിയ കാര്യമല്ല. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഓഡിയൻസിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം അത്രയും ഒരു എന്താ പറയുക, വലിയൊരു നല്ല ഓഡിയൻസാണ് നമുക്ക്. അതാണ് നമ്മുടെ വിജയം. ഇവിടുത്തെ മലയാളം ഫിലിം മേക്കേഴ്സിൻ്റെ ബ്ലെസ്സിങ് അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് മലയാളി എന്ന് പറയുന്ന ആ പ്രബുദ്ധരായ ഓഡിയൻസാണ്. ഈ അന്യഭാഷയിലൊക്കെ ഈ സീനുകൾ കാണുന്ന സമയത്ത് നമ്മളിവിടെ എഡിറ്റ് ചെയ്ത് പോയ അതേ സീനുകളും കാര്യങ്ങളും ഒക്കെ കാണുന്നു. അപ്പോൾ എന്താ ശരിക്കും തോന്നുന്നത് അവർ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ? ഞാൻ അങ്ങനെ ഒരു സിനിമയെ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കാണാൻ, കാരണം ഇത് നമ്മൾ ചെയ്തു വെച്ചിരുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ അവരത് ചെയ്യുന്ന സമയത്ത് ആസ് എ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ആയി അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആവാന്നൊക്കെ, അത് ചില സീനുകൾ കാണുമ്പം അങ്ങനെ തോന്നാറുണ്ട്. ചില സിനിമ കാണുമ്പോൾ നമ്മുടെ വേഷം തന്നെയാണ് അടിപൊളി, സ്വാഭാവികമാണ്. കാരണം അവര് നമ്മുടേത് കണ്ടിട്ടാണല്ലോ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അപ്പൊ അതിനേക്കാളും ബെറ്റർ ആക്കാനല്ലേ അവര് ശ്രമിക്കുകയുള്ളൂ. അവർക്കൊരു ബേസ് ഉണ്ട്. പിന്നെ കേരളത്തിന് വെളിയിൽ പോകുമ്പോൾ ജോർജ് കുട്ടിയുടെ അറ്റ്മോസ്ഫിയർ എല്ലായിടത്തും വേറെയാണ്. ഇവിടെ മാത്രമാണ് ക്രിസ്ത്യൻ, ബാക്കി എല്ലായിടത്തും ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ചേഞ്ചസ്. അപ്പം അതിൻ്റെതായ ഫ്രഷ്നെസ് ആ വേഷൻസ് കാണുമ്പോൾ ഉണ്ട്. ഈ വേറൊരു ജോർജ് കുട്ടിയെ പുറത്തുനിന്ന് കാണുമ്പോൾ അന്യഭാഷയിലെ എനിക്കെപ്പോഴും അതിശയം തോന്നിയിരിക്കണം. ഈവൻ നമ്മുടെ ഒരു എസ്തെറ്റിക് അല്ലല്ലോ അവരുടെ. കാരണം വെച്ചാൽ അത് ഒരു പ്രൊഡക്ഷൻ വാല്യൂ തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്.
അവർ ഇപ്പം നമ്മുടെ ജോർജ് കുട്ടിയുടെ വീടും പരിസരവും പോലെയല്ല അവരുടെ വീട് അപ്പം സ്വാഭാവികമായിട്ടും ആസ് എ സിനിമാറ്റോഗ്രാഫർ കുറച്ചുകൂടെയും അവർക്ക് കുറച്ചുകൂടെയും സൗന്ദര്യാത്മകത കുറച്ച് കൂടുതലാണ്. എന്നുവെച്ചാൽ റിയാലിറ്റിയേക്കാൾ വിട്ടുള്ളൊരു ലൈനാണ് ഹിന്ദി സിനിമയ്ക്ക് ടോട്ടലി. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇത് രസമുണ്ടല്ലോ എന്ന് തോന്നാറുണ്ട്. ആക്ച്വലി അതിൻ്റെ ആ ഒരു അവർ നിൽക്കുന്ന സ്പേസും ഒക്കെ വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഇത് തോന്നുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്കൊരു വൗ എന്നുള്ളതല്ല, കാരണം സ്വാഭാവികമായിട്ടും മറ്റ് ഹിന്ദി സിനിമകളും എല്ലാം അങ്ങനെയാണല്ലോ, ഒരു കൗതുകം തോന്നാറുണ്ട്. കാരണം എപ്പോഴും ഇപ്പം നമ്മളത് കഴിഞ്ഞിട്ട് ഈ ദൃശ്യം തെലുങ്കിൽ 2 തെലുങ്കിൽ ചെയ്തപ്പം നമ്മളിങ്ങനെ ഈ പറഞ്ഞ ഞങ്ങൾ എന്താ ചേട്ടാ ഇപ്പോൾ ഇവിടെ അത് ചെയ്യുക, കാരണം നമ്മൾ തെലുങ്ക് സിനിമകൾ കാണുന്നതല്ലേ. അപ്പം പക്ഷെ എന്നിട്ട് നമ്മൾ പിന്നെ പറഞ്ഞ പോലെ ഒരു ജനലിനകത്തൂടെ കുറച്ച് പുകയൊക്കെ വേറൊന്നുമല്ല, നമുക്കത് ഫണ്ണാണത്. എന്നുവെച്ചാൽ വേറെ മോശമായി അവർക്ക് ആവശ്യമാണ്. ഈ അപൂർവങ്ങളായിട്ടാണ് ഈ ജോർജ് കുട്ടി ദേഷ്യപ്പെടുന്നത് കുടുംബത്തിനോടാണെങ്കിൽ. ഇപ്പൊ ഈ പറഞ്ഞ കോൺവെർസേഷൻ നടക്കുന്നതിന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു മാരേജ് എവിടെ വേണം എന്ന് തീരുമാനിക്കുന്ന ഒരു കോൺഫ്ലിക്ട് നടക്കുന്ന സമയത്ത് പുള്ളി ആബ്സെന്റ് മൈൻഡ് ആയിട്ട് ഇരുന്നിട്ട് അവരെന്തോ ഓൾറെഡി ഒരു ടെൻഷനിലാണ് പുള്ളി ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ വന്നു. അപ്പൊ അതിന്റെ കോള് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഒരു കാര്യത്തിന് ആർഗ്യുമെന്റ് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ. ഞാൻ ചിലപ്പം ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിള്ളേരെ എന്തെങ്കിലും ഒന്ന് പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയല്ലേ, അതാ സിറ്റുവേഷൻ. പിന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ല ജോർജ് കുട്ടി എന്ന് പറയുമ്പോൾ വെച്ചിട്ട് പോകുന്നില്ല. അത് സ്വഭാവമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു ഇതല്ല. അത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സാധനമാണ്. മറ്റേ ഡോക്ടർ ലാലേട്ടനെ ഫോൺ വിളിക്കും, പുള്ളി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഇറങ്ങി വരുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പോൾ പുള്ളി ഡോക്ടറായിട്ട് കോൺവെർസേഷൻ അതല്ലേ. അപ്പോൾ ടേക്ക് റാണി വന്നു, റാണിയോടുള്ള കോൺവെർസേഷൻ ടേക്ക് എടുത്തു. ഫസ്റ്റ് ടേക്കാണ്. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ, അപ്പോൾ റാണി പറഞ്ഞ ജോർജ് കുട്ടി എന്താ സംസാരിക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിടയിൽ ഇറങ്ങി വന്നത്. അപ്പോൾ ഫോൺ വലിയൊരു ഇൻസിഡന്റ് അവിടെ കഴിഞ്ഞു. എന്തൊക്കെ പുള്ളിയുടെ തലയിൽ എന്തൊക്കെയുണ്ട്, പുള്ളി അറിയാതെ ലാലേട്ടൻ ഫുഡ് കഴിച്ച കാര്യം പറയുമ്പോഴും പുള്ളി ഞാൻ ഫുഡ് കഴിച്ചിരുന്നാണല്ലോ എണീറ്റ് വന്നത് അറിയാതെ ഇങ്ങനെ കയ്യിലേക്ക് നോക്കുന്ന ഒരു സാധനം. ഭയങ്കര സെറ്റിൽ സാധനമാണ്. അതൊരിക്കലും എനിക്ക് തോന്നുന്നു പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നും അല്ല, അതങ്ങ് വന്നതാണ്. കാരണം അതിന്റെ സെക്കൻഡ് ടേക്ക് പോയപ്പോഴത്തേനും ഈ സാധനം ഞാൻ ഭയങ്കര നോട്ട് ചെയ്ത് വെച്ചത് നല്ല സാധനമുള്ളത്, ആരും പറഞ്ഞിട്ടൊന്നും ചെയ്തതൊന്നുമല്ല. സെക്കൻഡ് ടേക്കിൽ അത് മിസ്സായപ്പോൾ ഞാൻ സാറിനോട് സത്യം ഇങ്ങനെ ഒരു സാധനം ഫസ്റ്റ് ടേക്കിൽ ഉണ്ടായിരുന്നു, ലാലേട്ടനോട് അത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയാവോ എന്ന് ചോദിച്ചിരുന്നു. പുള്ളി പോലും അറിയാതെ അത് വരുന്ന സാധനങ്ങളാണ് അതല്ല. അല്ല, അത് അവിടെയാണ് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിൻ്റെ ബിഹേവിങ് എന്ന് പറയുന്നത്. ഞാനിത് വേറൊരു സ്ഥലത്തും പറഞ്ഞാണ്, നേരെന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു ആളെ ഇത് ചെയ്യുന്നുണ്ട്, ക്രോസ് ചെയ്യുവാണ്. അപ്പോൾ ഒരു റിസോർട്ടിൻ്റെ ഓണറാണ്. അപ്പോൾ ഓണറോട് ചോദിക്കും, അവിടെ എന്തോ ഇത് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കള്ളസാക്ഷി പറയുന്നത് അതിൻ്റെ ശിക്ഷ എന്താണെന്നറിയാമെന്ന് ചോദിച്ചു. അത് പറയും അറിയാം, IPC സോ വെച്ചിട്ട് സോ ഇങ്ങനെയെന്ന് പറയുമ്പോൾ, കാരണം ഇയാൾ ഞാൻ അഡ്വക്കേറ്റാണ് എന്ന് പറയും. അപ്പം സ്വാഭാവികമായിട്ടും അയാളൊരു അഡ്വക്കേറ്റ് ലോ പഠിച്ച ആളാണെന്ന് ചോദിക്കുന്ന ലാൽ സാറിൻ്റെ ക്യാരക്ടറും വിജയമോഹൻ അറിയില്ല. അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ അതിൻ്റെ റിയാക്ഷൻ വരേണ്ടത്. പക്ഷേ ഈ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് റിഹേഴ്സൽ ചെയ്യുമ്പോൾ ലാൽ സാറിന് അറിയാം ഇതാ ഇവിടുന്ന് പറയാൻ പോകുന്ന മറുപടി എന്നറിയാം. സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യും ആൾക്കാർ. പക്ഷേ ഇങ്ങനെ ഇതാണ് IPC സോ എന്ന് പറയുമ്പോൾ സാറിൻ്റെ കണ്ണിങ്ങനെ ഇങ്ങനെ അതേ ഉള്ളൂ, കണ്ണിൽ മാത്രമേ ഉള്ളൂ. അത് റിയാക്ട് ചെയ്താന്ന് എനിക്ക് തോന്നുന്നില്ല, അത് ബിഹേവ് ചെയ്ത് പോയതാണ്. എന്ത് രസമായിരുന്നു അറിയോ. അപ്പം ഞാൻ ആലോചിച്ചു, കാരണം വേണേ അതിനെ കുറച്ചുകൂടി ഇതായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കാം. അത് എടുക്കുമ്പോൾ അത് നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നില്ല. മറ്റേത് നാച്ചുറലി എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോ, ആ കണ്ണുകൾ ഇങ്ങനെ പതുക്കെ ഒന്ന് വികസിക്കും. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പോലത്തെ ഒരു സാധനം. അതാണ് ഒരു രക്ഷയില്ലാത്ത. ഇത് ചിലര് പറഞ്ഞ് കേട്ടതാണ്, ലാലേട്ടൻ ചെയ്ത പല മൈനൂട്ട് സാധനങ്ങളും പുറത്തേക്ക് പോയപ്പോൾ അവര് പറ്റില്ല എന്ന് പറഞ്ഞു പോയ കുറേ സാധനം വെച്ചാൽ അവര് ഡിമാൻഡ് ചെയ്തു ഇത് വേണം എന്ന് പറയുകയും പക്ഷെ വെക്കാൻ എന്ന് പറഞ്ഞു പറ്റില്ല എന്ന രീതിയിൽ ഒഴിവാക്കി ആ സ്പോട്ട് അതുപോലെ ചെയ്യാൻ പറ്റില്ല എന്നല്ല. അത് ലാൽ സാർ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. എനിക്കറിയില്ല, അത് ഞാനും കുറച്ച് കൺഫ്യൂസ്ഡായി. ഇപ്പോഴും കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഒരു നല്ല ആക്ടറിന് ആദ്യത്തേത് ചിലപ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മീൻസ് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതാണെങ്കിൽ അത് പറ്റും. പ്ലാൻ ചെയ്യാതെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന കിട്ടത്തില്ല. അപ്പോൾ ദൃശ്യം 1ൻ്റെ സമയത്ത് അന്ന് ഇതുപോലെ 2 ക്യാമറയാണ്. അപ്പോൾ ഈ ഡൈനിങ് റൂം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനൊരു വൈഡ് വെച്ചു. അതിൻ്റെ ഇപ്പോഴും ഞാൻ ഒരു രീതിയുണ്ട്, വൈഡ് വെച്ചിട്ട് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഒരു ആ ആംഗിളിൽ നിന്ന് തന്നെ ഒരു ടൈറ്റും വെച്ചു. അപ്പോൾ ആ ഡൈനിങ് റൂമിൻ്റെ വീടെന്ന് ആ മുറി എന്ന് പറഞ്ഞ
കുറച്ച് സ്പേസേ ഉള്ളൂ. ആ യൂണിറ്റിലുള്ള മനുഷ്യൻ മുഴുവൻ അതിനകത്തുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും കുസ്തി പിടിക്കുന്ന ഈ കുറച്ച് പേരോട് ഇറങ്ങി പോകുമ്പോൾ എന്തായാലും അല്ലേ എല്ലാവരും ഇങ്ങനെ കാണാൻ വന്നിരിക്കും. അപ്പം ഈ ആരുടെയോ കഷത്തിൻ്റെ ഇടയിൽ കൂടെ കണ്ട ഇതിൻ്റെ സെക്കൻഡ് ക്യാമറ ഇരിക്കുന്നത് അതുപോലത്തെ അവസ്ഥയിലാണ്. ലാൽ സാറ് ഷോട്ടിന് വന്നു ഇരുന്നു, സ്ക്രിപ്റ്റൊക്കെ വായിച്ചു, ഇത് ചെയ്തു, ഞാൻ റോൾ ചെയ്തു. അപ്പോൾ വൈഡ് എവിടം വരിക, ഞാൻ പറയാം പോകുന്നിടത്തോളം പോട്ടെ, ഒരു മാസ്റ്ററായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് പരിപാടിയുണ്ട്. അതങ്ങനെ മാസ്റ്ററായിട്ട് പെർഫോം ചെയ്തങ്ങ് പോവാണ്. കുറേ ഒരു 5-6 പേജുള്ള സീനിൻ്റെ ഒരു 3-4 പേജ് അങ്ങനെ അങ്ങ് പോവാണ്. പോയി ഇതെല്ലാം കഴിഞ്ഞു, വൈഡ് കംപ്ലീറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ലാൽ സാർ വന്ന് വൈഡ് കാണും. അപ്പോൾ ലാൽ സാർ പറഞ്ഞു ഈ റിയാക്ഷൻ അത് എടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ അതോ എടുത്തു ഞാൻ പിന്നെ അതേ ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആണോ? എന്നിട്ട് അത് പോയി നോക്കി. എന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇതൊരിക്കലും എനിക്ക് രണ്ടാമത് തരാൻ പറ്റിയല്ലോ. അതുകൊണ്ടാണ് 12th മാനും നേരും വന്നപ്പോൾ ഞാൻ സതീഷിനോട് പറഞ്ഞു, എനിക്ക് സതീഷിൻ്റെ അവസ്ഥ അറിയാൻ 4 ക്യാമറ വേണം സതീഷ് ചേട്ടാ. കാരണം 12th മാനും പിന്നെ ഞങ്ങൾ മാനേജ് ചെയ്തു. കാരണം മൂമെന്റ്സ് ഇല്ലല്ലോ, ഇരുന്നിട്ടുള്ള. മറ്റേത് കോടതിയിൽ ഞങ്ങളൊരു നാടകം ഷൂട്ട് എടുക്കുന്ന പോലെ തന്നെ ഡ്രാമ നമ്മൾ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യുന്ന അവര്. അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് ഇവര് രണ്ടുപേരും ഒരു ലോയർ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ മാറിയിരിക്കുന്ന ഒപ്പോസിഷൻ ലോയറിന്റെ റിയാക്ഷൻ ഞങ്ങൾ എടുക്കുന്നുണ്ട്. പ്രോസിക്യൂട്ടർ അതിൻ്റെ ഇടയ്ക്ക് വൈഡ് ഉണ്ട്, സജഷൻ ഉണ്ട്, ഇതുണ്ട്. എന്നിട്ട് അപ്പം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യും. ഒരാൾ നടന്നു പോകുമ്പോൾ ഇതിനകത്ത് ഒരു ക്യാമറ ഫോളോ ചെയ്ത് അടുത്തടുത്ത് പോയി സജഷനിലാവും. അപ്പം ഭയങ്കരമായിട്ട് ഇവരിങ്ങനെ ലൈവ്. അപ്പം സിദ്ദിഖാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നത് ഇങ്ങനെ ലൈവായിട്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഡയലോഗ് നല്ല തറവായിട്ട് പഠിച്ചിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഒരാൾ തെറ്റിച്ച് പഴയ അപ്പം ഞാൻ അവിടെ സതീഷിനോട് പറഞ്ഞു, സതീഷേ നമ്മൾ ഫോട്ടോഗ്രാഫിയൊക്കെ കൂടുതൽ കുറച്ചുകൂടെ ഇമോഷനും റിയാക്ഷൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ ഇതാന്ന് പറയും. കാരണം ഞാൻ കൂടുതലും അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നിട്ട് അതിൽ ഇതെല്ലാം എന്നല്ല ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ചില ഇത് കാണിക്കും. അപ്പം അതാണ് ഈ പ്രശ്നം. അതാണ് പറഞ്ഞത്, ഈ രണ്ടാമത് അത് വീണ്ടും തരിക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതിനകത്ത് ഇപ്പം പടം മിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ട്രോളുകൾ വരുന്നുണ്ട്. അത് ട്രോളിൽ നേരിടുന്ന 2 പേരിൽ ഒന്ന് നമ്മുടെ വീണയാണ്, ബക്കറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. അതാ ത്രൂ ഔട്ട് അത് പടം കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാധനം വന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് രാജോൺ ചെയ്ത അത് നമ്മുടെ കുഞ്ഞിക്കുഞ്ഞിനകത്ത് സിദ്ദിഖേട്ടന്റെ ഒരു റെഫറൻസ് വെച്ച് വരുന്നുണ്ട്. ഈ 2 സായികുമാർ സാറിന്റെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തത് ശരിക്കും പ്രത്യേകിച്ച് ഷാജൻ ചേട്ടന്റെ ആ ഒരു അല്ല, അത് ബേസിക്കലി ആ ഫസ്റ്റ് ഷോട്ട് ഉണ്ടല്ലോ ഇങ്ങനെ ഇത് വെച്ചിട്ട് അതിൽ ആ കണ്ണ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം എനിക്ക് ആ ഒരു ചെറിയൊരു ഭീകരത കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇടാൻ പറഞ്ഞു. അപ്പം എല്ലാ ദിവസവും പുള്ളിയാണല്ലോ ഇടുന്നത്. പുള്ളി ഇടുമ്പോൾ ഇച്ചിരി കൂടി പോകും. പിന്നെ ഞാനോർത്ത് ഇച്ചിരി ഇരുന്നോട്ടെ, ഇച്ചിരി വില്ലനൊരു ഇതിലിരുന്നോട്ടെ, ഞാനും അതിനെ അങ്ങ് വിട്ടു. കാരണം അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കുറച്ച് പേര് ചിലപ്പോൾ അഭിപ്രായറ്റോസോടെ കുറച്ച് പേര് പറഞ്ഞു, കുറച്ച് പേർക്ക് കുറേ ആൾക്കാർക്ക് ആ സിനിമ ടോട്ടൽ ആസ് എ ഹോൾ അവരത് എൻജോയ് ചെയ്തു. കുറച്ച് പേര് അതിനകത്ത് ഇത് പറഞ്ഞു. വീണയുടെ കേസിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആക്ച്വലി അവിടെ പുറത്തൊരു കാറ് കഴുകുന്ന പോലത്തെ ബാക്ക് ഡ്രോപ്പിൽ അങ്ങനെ ഒരു സംഭവം പ്ലാനിങ്ങിലുണ്ടായിരുന്നു. പക്ഷേ ബക്കറ്റും ഒക്കെ ആയിട്ട് വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഇത് നടക്കുമ്പോൾ ബാക്ക് ഡ്രോപ്പിൽ അങ്ങനത്തെ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്ട്രാക്ഷൻ വരും. ആൾക്കാർ ഈ ഫ്രണ്ടിൽ നടക്കുന്ന ആൾക്കാർ ഈ ഇത് നടക്കുമ്പോൾ കുറച്ച് പേര് അങ്ങോട്ട് അവിടെ എന്താ ഉള്ള ഇങ്ങനെ പോകും. അപ്പോൾ പിന്നെ ഫ്രെയിമിലേക്ക് വേണ്ടാന്ന് തീരുമാനിച്ചു. പക്ഷേ ഇവിടെ വരണം, വന്നു പോകണമല്ലോ. വന്നു പോകുമ്പോൾ ചുമ്മാ നടന്നു വരുമ്പോഴല്ലോ എന്തെങ്കിലും ഒരു പർപ്പസ് വേണമല്ലോ, അതിനുവേണ്ടി കൊടുത്തത്. അത് കറക്റ്റായ ബക്കറ്റാ. പക്ഷേ ഇവൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ എഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, സാറേ ഒരു ട്രോള് വരാൻ സാധിക്കും. പിന്നെ ഞാനും പറഞ്ഞു നല്ലതല്ലേ ഇതൊക്കെ. ഞാൻ ചോദിക്കണേ കുറേ ട്രോള്, ഞാനെല്ലാം കുറേ ട്രോളുകൾ എൻജോയ് ചെയ്യുന്ന. നാളെ അത് രസകരമായ രീതിയിൽ എന്നെക്കുറിച്ചോ നമ്മുടെ കൂടെയുള്ള ആരെക്കുറിച്ചോ ഇവന്മാർ തന്നെ ഇരുന്ന് എനിക്കിട്ട് ട്രോളുന്നുണ്ട്. എൻ്റെ മമ്മിയെ ഇതെല്ലാം മറ്റേ മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡിയിലൊക്കെ കുറേ ട്രോളുകൾ ഉണ്ടാക്കിയായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക്. അതുപോലത്തെ നമ്മളെവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യും പറഞ്ഞാൽ ഇവനും ഉണ്ണിയെന്നും പറഞ്ഞ് ഇവൻ്റെ കൂടെ ഒരു അസോസിയേറ്റ് ഉണ്ട്. ഇവർ എൻ്റെ കൂടെ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ട്രോൾ ഉണ്ടാക്കും. കുറേ നല്ല രസമുള്ളവരുണ്ട്. ഞങ്ങളതിന് എൻജോയ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ട്രോൾ അതിൻ്റെ സ്പിരിറ്റ് വിടും. അപ്പം പടം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ എന്നെ വിളിച്ചിരുന്നു, സാറേ എനിക്ക് പുതിയ ഇത് വന്നു ബക്കറ്റ്. ഞാൻ പിന്നെ ഇടവും മീഡിയയിൽ താൻ അല്ല സോഷ്യൽ മീഡിയ താൻ ഭയങ്കര ലൈവാ, കുറെ നാളായിട്ട് താൻ എവിടെയാണ് ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടി ആയിരുന്നു. ഇപ്പം ഇന്നലെ മിനിക്കാന്ന് പുള്ളിക്കാരത്തി എനിക്ക് ചോദിച്ചു, സാറേ എൻ്റെ എൻ്റെ ഫോളോവേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റായിരുന്നു. ബക്കറ്റുണ്ട്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഈ പറഞ്ഞ പോലെ ചോദിച്ചാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതുറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും അങ്ങനെ ചോദിച്ചാൽ ഒത്തിരി സിനിമകളുണ്ട്. ഇപ്പം ഇംഗ്ലീഷ് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തങ്ങിക്കുന്ന ഫീൽ ചെയ്ത് ഇപ്പം
ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് അതിൻ്റെ ക്ലൈമാക്സിൽ ആ കൊച്ചിങ്ങനെ നോക്കുമ്പോൾ ഇയാളിങ്ങനെ ഇത് കൊല്ലാൻ കൊണ്ടുപോവാണ് നടപ്പും അതൊക്കെ ഭയങ്കര ടച്ചിങ് സീൻസാണ്. അതൊന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. പിന്നെ പത്മരാജൻ സാറിൻ്റെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ശരിക്കും അദ്ദേഹത്തിൻ്റെ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫാനാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ രസം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മജോറിറ്റി സിനിമകളും കൊമേഴ്ഷ്യലി എല്ലാം ഓടിയത് ഇന്നലെയുടെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂന്നാം പക്കം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു മേക്കിംഗ് ഉള്ള സിനിമയാണ്. ഞാനൊരു പത്മരാജൻ സാറിനോടുള്ള ഇഷ്ടം കൊണ്ടൊരു 7-8 പേരെയും കൂട്ടി എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി കോട്ടയം ആനന്ദിൽ സെക്കൻഡ് ഷോയ്ക്ക് പോയി. നാട്ടിൽ നിന്ന് 30 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് 5-6 സുഹൃത്തുക്കളുമായിട്ട് സിനിമ കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്മാരൊക്കെ ഇരുന്ന് ഉറങ്ങുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ 3-4 പേരൊക്കെ പറഞ്ഞു എന്നാ വകുപ്പിലെ പടാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ സങ്കടവും ദേഷ്യവും. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടം. സീസൺ അന്നത്തെ ഒരു നോൺ ലീനിയർ നരേഷനാണ്. അതിൻ്റെ മ്യൂസിക്കും ഇതൊക്കെ ആയിട്ട് അന്ന് ഞാൻ എന്തിനാ ഇവന്മാരെ കൊണ്ട് ഇനി ഒരു ഞാനിങ്ങനെ ഇവന്മാരെയൊക്കെ ഒന്ന് കാണിക്കണം. എനിക്കാണെങ്കിൽ ആ കഥ പറച്ചിൽ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കിളി പോയിരിക്കുക. അതുകൊണ്ട് എന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇഷ്ടമാണ്. എന്നാൽ ഇപ്പോഴും സിനിമ 10 തവണയല്ല 20 തവണ കണ്ടാലും ഇഷ്ടമുള്ള ഞാൻ ഭയങ്കര വെറൈറ്റി ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞ കലാമൂന്യം അങ്ങനെ മാത്രമല്ല, CID മൂസ, സന്ദേശം ഇപ്പോഴും കണ്ടെങ്കിൽ അങ്ങനത്തെ കൊമേഴ്ഷ്യൽ. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഗുരുസ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ 2 പടമുണ്ട്. ജയരാജ് സാറിൻ്റെ പൈതൃകം, പിന്നെ ദേശാടനം ഒക്കെ ഭയങ്കരമായിട്ടും അദ്ദേഹത്തിന്റെ കാര്യം എക്സ്ട്രീം ലെവലാണ് എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം. എന്നോട് പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ സിനിമയിൽ ഒരു പടമാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. ഞാൻ ഡയറക്ഷൻ അല്ല ഞാൻ പഠിച്ചത്, തൻ്റെ ഇടം. അതാണ് ജയരാജ് സാറിൻ്റെ ഇത്. ഏത് സാധനവും എടുത്തിട്ട് അങ്ങ് തോന്നിയാൽ അങ്ങ് ചെയ്തിരിക്കും. അതിൻ്റെ വിജയപരാജയങ്ങൾ ഇതൊന്നും അതല്ല. ഒരു സാധനം എനിക്കിതിങ്ങനെ ചെയ്യണമെന്ന് തോന്നി പറഞ്ഞു ഇത് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തതാണ് വലതുവശത്തേക്കുള്ളത്. ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്ന് മാറിയ ഒരു സിനിമയാണ്. കുറേ ആൾക്കാർക്ക് അത് മജോറിറ്റി ആൾക്കാർക്കും അത് ഇതില്ല, കുറേ പേർക്ക് മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഭയങ്കരമായിട്ടും ഞാൻ വളരെ ഒരു എന്താ പറയുക ഇഷ്ടത്തോടെ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫിലിമാണ് വലതുവശത്തേക്കുള്ള. അതിൻ്റെ ഒരു കാലം കഴിയുമ്പോൾ അത് ഉറപ്പായിട്ടും വരും. കാരണം അത് ആ സിനിമ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലാകാത്ത, പിന്നെ കുറേ ആൾക്കാർ ഈ 2 ആക്ടേഴ്സ് വന്നപ്പോൾ വേറൊരു കൈൻഡ് ഓഫ് സിനിമ പ്രതീക്ഷിച്ചു. പക്ഷെ അതിനകത്തെ ആ വ്യത്യാസമായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്തത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഞാൻ അതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാതെ ഞാൻ പോകുന്നത് ജയരാജ് സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അത് വളരെ തൻ്റെ അടുത്തോടെ അദ്ദേഹം തന്നെയാണ് ഈ പറഞ്ഞ പൈതൃകം ചെയ്യുന്ന തിളക്കവും ജോണി വാക്കറും ഹൈവേ വിദ്യാരംഭം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമ വിദ്യാരംഭം എങ്ങനെ എക്സ്ട്രീം ലെവലിൽ വരുന്നു എന്നുള്ളത്. ഇപ്പൊ ലാസ്റ്റ് അവൾ എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പടം. ഇതിന്റെ പ്രോബ്ലം എവിടെയാണെന്നറിയോ? ഒരു ഫിലിം മേക്കറിന് സക്സസ്സും ആണ് പ്രതീക്ഷിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, കോടി ക്ലബാണ് അങ്ങനത്തെ ഇതിലേക്ക് പോകുമ്പോഴാണ് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകുന്നത്. റിസ്ക് എടുക്കാൻ. അതായത് എൻ്റെ പടം ഇപ്പോൾ ഇത് 250 കോടിയോ അല്ല 100 കോടിയോ ഓടിയിട്ട് അടുത്ത പടം ചിലപ്പോൾ 5 കോടിയായിരിക്കും കളക്ട് ചെയ്യുന്നത്. പക്ഷേ അത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സിനിമയാണ്. അതിന് നമുക്കൊരു ധൈര്യം വേണം. ആ ധൈര്യം എനിക്ക് കിട്ടിയിരിക്കുന്നത് ജയരാജ് സാറിൽ നിന്നാണ്. ഈ അവിടെ വരുമ്പോൾ ഇതൊരു ബിസിനസ് കൂടെ അല്ലേ എന്നുള്ളൊരു പ്രശ്നം വരത്തില്ലേ? അപ്പോൾ ചില സമയത്ത് ഇത് ദിവസം എന്ന് പറയുന്ന ഒരാൾ നിർബന്ധിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? ബിസിനസ് കൂടിയാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഞാൻ വേറെ ഒന്നുകൊണ്ടും പറയല്ല, ഞാൻ ആ ആംഗിളിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്ത പടങ്ങളിൽ റിസ്ക് ഉണ്ടെന്ന പടത്തിനകത്തൊന്നും ഞാൻ എൻ്റെ മറ്റേ സിനിമകൾക്ക് വാങ്ങിക്കുന്ന റെമ്യൂണറേഷനിലല്ല വർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ പ്രോഫിറ്റ് ഷെയറിലാണ് വർക്ക് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടു, അതിനകത്ത് എവിടെയെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അതെൻ്റെ പ്രൊഡ്യൂസറുടെ തലയ്ക്ക് വരാൻ പാടില്ല. അതിനകത്ത് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്ത് രീതിയിൽ കൊണ്ട് അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ അവരെന്നെ കൂടെ നിർത്തുന്നു, പ്രൊഡ്യൂസേഴ്സിനെ കൂടെ നിർത്തുന്നുണ്ട്. ഞാൻ അവരുടെയും കൂടെ ഭാഗം കണ്ടാണ് പോകുന്നത്. ആ പ്രോജക്റ്റ് നടക്കണം. ആ പ്രോജക്റ്റ് നടക്കുമ്പോൾ പക്ഷേ എനിക്ക് ഇത്ര രൂപ എൻ്റെ അതിനകത്തല്ല, ഞാനത് ആഗ്രഹിച്ച് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം റിസ്ക് ഉണ്ട്, ഗാംബ്ലിംഗ് ആണ്, ഒരു കാര്യം ചെയ്യും, ഞാനിങ്ങനെ ചെയ്യാം, കിട്ടിയാൽ എനിക്ക് പെർസെൻറ്റേജ് തരിക, അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എൻഡ് ഓഫ് ദി ഡേ അത് ചെയ്യണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ്.